എന്തുകൊണ്ടായിരിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം വർദ്ധിച്ചു വരുന്നത്? അതൊരു ലവ് മാരേജിലാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. എന്തായിരിക്കാം ഇതിനുള്ള കാരണം? ഒരു പ്രധാന കാരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന വ്യക്തികളായിരിക്കാം. അവർക്ക് വിവാഹത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചും അവരുടെ കുടുംബക്കാരെ കുറിച്ചും എല്ലാം അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്റെ ലൈഫ് എന്നുള്ളൊരു ധാരണ വെച്ചിട്ടായിരിക്കാം അവരൊരു വിവാഹ ജീവിതത്തിലോട്ട് കിടക്കുന്നത്. അവർ എപ്പോഴാണോ അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് കിട്ടാതെ വരുന്നത്, അപ്പോഴാണ് അവർക്ക് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെയും ഇഷ്ടക്കേടുകളെയും നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ലൈഫ് തുടങ്ങുന്നതിന് തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ സംഭവിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, പലരും ലൈഫിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല. അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. രണ്ടുപേരുടെ സാഹചര്യങ്ങളെ കുറിച്ചും അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാവട്ടെ, അവരുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലിയെ കുറിച്ചാവട്ടെ, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടുപേരുടെയും ലൈഫ് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ അത്യാവശ്യകത വരുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിൽ അറിയാനുള്ള ഒരു അവസരം ഉണ്ടാവാം. നമുക്ക് വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഉണ്ടാകുന്ന സംശയങ്ങൾ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കാം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു പ്രീമാരിറ്റൽ കൗൺസിൽ എടുക്കുന്നത് എന്തുകൊണ്ടും അത്യാവശ്യമായിരിക്കാം. നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയാനും, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാനും, അല്ലെങ്കിൽ നമ്മളൊരു വിവാഹ ജീവിതത്തിൽ കിടക്കുമ്പോൾ എങ്ങനെ ആ ഒരു ലൈഫ്, നമ്മളൊരു പുതിയ ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും. തീർച്ചയായും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴല്ല, അതിന് മുന്നേ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. ഇനി വിവാഹ ശേഷമാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെങ്കിലും അത് നിങ്ങൾക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ്, അതിനപ്പുറം വരുന്ന ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് നേടുക. പ്രോപ്പറായ ഒരു കൗൺസിലിംഗിലൂടെ, പ്രോപ്പറായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.